പ്ലംബിങ് വർക്കൊക്കെ ചെയ്ത അശോകൻ, പെയിന്റിങ്ങിന് നേതൃത്വം നൽകിയ തമ്പിച്ചാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും ജോലി സ്ഥലത്താണ്, വൈകുന്നേരങ്ങളിൽ കിടന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വേണം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ഭാഗം ചാമ്പാണ്ടക്കോണം തമ്പുരാൻ ഇടയാക്കി. ഞങ്ങൾ ആഗ്രഹിച്ച് മാത്രമേ ഉള്ളൂ. തമ്പുരാൻ തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്തു. സമയം ഒന്നടക്കം ഇതിനായിട്ട് ഭാഷയിടയ്ക്ക് പറയുമായിരുന്നു, ചില ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ സഭയുടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഇതിന് പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാവരും ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രാർത്ഥിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിലും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ഭവനത്തിൽ ജീവിപ്പാണ് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദിവസം. ആമേൻ. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഇപ്പോഴേ പലക്കാലം ദേവദാസനോട് കുടുംബത്തോടും എല്ലാ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ദൈവയുടെ ദാനഭവനത്തിൽ ഒരിക്കൽ സ്തുതിപ്പാൻ കഥാവടിയാണ് തന്ന വലിയ ഭാഗ്യത്തിനായി ഹൃദയത്തോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നിങ്ങളൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവസഭയും വടികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നു. ഇനി ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിക്കുന്നു. അവിടെ നിന്ന് എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാട്ടിൽ പറഞ്ഞതുപോലെ നന്മയില്ലാതെ ഒന്നും ചെയ്തിട്ടില്ല കർത്താവ്. ഇത്രത്തോളം നടത്തിയ വഴികൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന ദൈവം നമുക്ക് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടികളെ കുടുംബമായി പ്രാർത്ഥന അപേക്ഷയോടെ ദിവസങ്ങളിൽ എനിക്കെന്റെ നാമം പോരായേ, അവൻ ചെയ്തത് വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാമം പോരായേ, എണ്ണിത്തിടാമോ അവൻ ചെയ്തത് ആയിരമായി സ്തുതിച്ചിടുന്നേ. വർഷക്കാലം താമസിച്ചതിന് ശേഷം കുടുംബത്തിൽ താമസിക്കാനില്ല. സ്വന്തമായി ഒരു നല്ല വീട്ടിൽ താമസിക്കാനുള്ള സാമ്പത്തിക ഉണ്ടായിരുന്നു. വാടകയ്ക്ക് പോകാനുള്ള കാശുണ്ടായിരുന്നു. കാശ് പോലെ വൈകിട്ട് അങ്ങനെ കാര്യങ്ങൾ വസ്തു വരുന്നുണ്ടാണ്.
ഭർത്താവും ആരൊക്കെയില്ല വഴിയില്ല അവിടെ താമസിക്കും ഞാൻ തന്നെ താമസിച്ച് വഴി നോക്കേ വൈകിട്ട് കഥയോട് സൗകര്യം കുറവായിട്ടാണ് വസ്തു കഴിച്ച് സ്ഥലം ദൈവം വാങ്ങുവാൻ അവസരം കൊടുക്കുന്നത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ വേദന എങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും. ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പുതിയ വഴികളൊക്കെ തുറന്നു വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഭവനം പണിയുവാൻ ഞങ്ങൾക്കൊന്നും ആഗ്രഹിച്ചതല്ല. എങ്ങനെയെങ്കിലും ദൈവം അവർക്ക് വേണ്ടി കരുതിയ കാര്യങ്ങൾ വൈകാലം നന്ദി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ദൈവം ഞങ്ങളോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവരെ 40 വയസ്സോളമായി ഞങ്ങൾ ഒന്നിച്ച് ഒരു ഭവനത്തിൽ കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ താമസിക്കാനും ഒരു വീടിൻ്റെ ആവശ്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളായി പോകാൻ ആഗ്രഹിക്കുമ്പോൾ പോയി കഴിഞ്ഞ കുഞ്ഞുങ്ങൾ മോശം തന്നു പോകുന്നില്ല. 14 ക്ലാസ്സിലൊക്കെ ഗവൺമെൻറ് നമുക്ക് ഇതിൻ്റെ ആശ്വാസമുള്ളതിൻ്റെ നിലവിലുണ്ടല്ലോ വരുവാൻ ആരാധിക്കുവാൻ ആശ്വാസത്തിൻ്റെ ഭാഗമായി ഭവനം ചെയ്യുവാൻ ഉപരിയായി ആഗ്രഹം കുഞ്ഞുങ്ങളെ ദൈവസ്ഥലത്ത് സമയപാലനയോട് വളർത്തി എല്ലാ എനിക്ക് വിഷയമല്ല. ഈ പൈതങ്ങൾ ദൈവസ്ഥലത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മളുടെ ദേശത്ത് ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർക്കുമ്പോൾ നമ്മൾ കാണാൻ ഭാഗം നൽകിയതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനം ഇപ്രകാരം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. നമ്മൾ എന്തെല്ലാം ചെയ്താലും ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ അതെല്ലാം ശൂന്യമാണ്, പണിയെല്ലാം വ്യർത്ഥമാണ്. പക്ഷേ ഇതിൻ്റെ പ്രാരംഭം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ കൃപ കൂടെയിരുന്നു. ദൈവം അവരോട് കരുണ കാണിക്കുവാനിടയായി തീർന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് തിരിച്ചറിയുവാൻ ഇടയായതിനായി സ്തോത്രം ചെയ്തു. പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ് ഈ ഭവനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഭവനത്തിൽ താമസിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ആത്മീക, ഭൗതിക, ശാരീരിക മേഖലകളിൽ വെളിപ്പെടേണ്ട സകല നന്മകളും അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സഭയുടെ പുത്രികാ സംഘടനയായ PYPയുടെ പേരിലുള്ള സകലവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ തിരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം ജീവിതത്തിൽ തന്നെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മോശത്തിനും കുടുംബത്തിനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം സർവശക്തനായ ദൈവം നൽകിക്കൊടുക്കാൻ തക്കവണ്ണം ദൈവത്തിന് ദയ തോന്നി. ആ ദയക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഈ പൊടിപടികളുടെയൊക്കെ പൂർണ്ണത നമ്മളൊക്കെ ചിന്തിക്കുന്നത് ചിലപ്പം വീടിൻ്റെ വലിപ്പവും മനോഹരത്വവും വന്ന വിശിഷ്ടതിഥികളുടെ പ്രാധാന്യമൊക്കെയാണ്. തിരുവചനത്തിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ തിരിച്ചറിയാവുന്നുണ്ട്. വാതിലുകളെ തലകളെ ഉയർത്തി പണ്ടത്തുകളെ ഉയർന്നിരുപ്പി മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതാണ് നമ്മുടെ പ്രാർത്ഥന. എല്ലായിടത്തും ഏതു ഭവനത്തിൻ്റെയും പണിയുടെ പൂർത്തീകരണത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സത്യം അതാണ്. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആയുസ്സുള്ളിടത്തോളം കാലം ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഈ ഭവനത്തിൽ താമസിപ്പാൻ സർവശക്തനായ ദൈവം അവരുടെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ.
മഹത്വത്തിന്റെ രാജാവ് എപ്പോഴും ഇവിടെ ഉണ്ടാകട്ടെ. ശലോമോൻ പറഞ്ഞതുപോലെ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ ദൃഷ്ടി ഉണ്ടാകണം. ഇനി ഇവിടെ ഒത്തിരി പ്രാർത്ഥനകൾ വ്യക്തിപരമായും സഭയായും ഒക്കെ നടക്കേണ്ടതുണ്ട്, നടന്നുകൊണ്ടിരിക്കും. അവിടെയെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായാൽ മാത്രമേ അതിന്റെ പൂർണ്ണതയുള്ളൂ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിച്ച് ഈ ഭവനത്തിൽ നിത്യമായി ഇരിക്കട്ടെ. ഇവിടെ എല്ലാ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾക്കായി ദൈവ സാന്നിധ്യം ഇവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സഭയ്ക്ക് വേണ്ടി കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ആശംസകൾ നേരുന്നു. ദൈവവഴി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഭവനം പണിയാൻ ഒരാൾ മാത്രം പ്രയത്നപ്പോൾ ഇതിനകത്ത് അനേക ശില്പികളുടെ ആവശ്യമുണ്ട്. ഇലക്ട്രിക്കലായാലും പ്ലംബിംഗ് ആയാലും പിന്നെ എല്ലാത്തിനും ഉപരിയായി കുടുംബനാഥൻ്റെ ഒരു മനസ്സും അവരുടെ സാമ്പത്തിക സ്രോതസ്സും. അനേകർ ഈ ഭൂമിയിൽ ഈ വാടകക്കാരായി താമസിക്കുന്നു. എന്നാൽ അധ്വാനമൊക്കെ കഴിഞ്ഞ് സ്വന്തം ഭവനത്തിലൊന്ന് വിശ്രമിച്ച് അത് മനോഹരമായിട്ട് ഇപ്പം ഞാൻ നോക്കിയിട്ട് 5 സ്റ്റാർ പോലുണ്ട്. ദൈവം അത് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കിട്ടുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. നമ്മൾ രാവിലെ മുതൽ അധ്വാനിച്ച് വൈകുന്നവരെ കഷ്ടപ്പെട്ട് സംഘർഷങ്ങൾ, ജോലിയുടെ വിഷമങ്ങളും ഒക്കെ കഴിഞ്ഞ് സ്വന്തം ഭവനത്തിൽ വന്ന് കുളിച്ച് പായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റി ഉറങ്ങുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. ഭൂമിയിൽ നമ്മൾ ഇങ്ങനെ വാടക കൊടുക്കുന്നില്ലെങ്കിലും നമുക്ക് എക്കാലവും വാടക കൊടുക്കാതെ താമസിക്കുന്ന ഒരു ഭവനം സ്വർഗത്തിൽ ദൈവം ഒരുക്കുന്നുണ്ട്. ഇത് നമുക്കിത് താൽക്കാലികമാണ്. സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഭൂമിയിൽ സന്തോഷമുണ്ടെങ്കിലും നമ്മൾ ഒരുങ്ങേണ്ടത് നിത്യമായ ഒരു ഭവനം ദൈവം ഒരിക്കലും അഴിക്കും. ഇതിപ്പോൾ 10-25 കൊല്ലം കഴിയുമ്പോൾ മെയിൻ്റനൻസ് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും 25 കൊല്ലം കഴിയുമ്പോൾ മെയിൻ്റനൻസ് ചെയ്യണം. ഒരു 100 വർഷമൊക്കെ വേണമെങ്കിൽ നമുക്ക് തല്ലിക്കുട്ടിക്കൊണ്ട് പോകാം. എന്നാൽ ഒരിക്കലും അഴിവില്ലാത്ത നിത്യ രാജാവിന്റെ മുഖം കണ്ട് ആരാധിച്ച് വസിക്കാവുന്ന സ്ഥലം നമുക്കായി ഒരുക്കുന്നു. പിന്നെ ഞാൻ ഒരു കാലം ആഗ്രഹിച്ചിട്ടുണ്ട്, വീട്ടിൽ മഴ പെയ്യുമ്പം കലങ്ങൾ പറക്കി വെച്ച് ഒരു 10-15 കലം വെച്ചെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കണം, ഉറങ്ങാനുള്ളൂ മഴക്കാലത്ത്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ ഒട്ടുമുക്കാലും ഭവനങ്ങൾക്ക് അങ്ങനൊന്നും ഒരു ആവശ്യമില്ല. എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ഭവനത്തിൽ താമസിക്കാൻ അവസരം തരുന്നത് അതിനേക്കാളും നമുക്ക് കടപ്പെട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, നമ്മുടെ ഭവനത്തിൽ ആരാശങ്കയോട് കടന്നു വന്നാലും അവർക്ക് ആശ്വാസത്തോടെ കടന്നു പോകണം. ഈ ഭവനം ഒരു ആശ്വാസത്തിന്റെ ഭവനമായി മാറും. മുപ്പിരിച്ചടവിൽ യേശുവിന്റെ സ്ഥാനം പോലെ എപ്പോഴും നമ്മൾ യേശുവിനൊരു സ്ഥാനം കൊടുത്തു പോയാൽ നമുക്ക് ഈ ഭവനത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ട്. പല ഭവനങ്ങളും കോടികളും മുടക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഭൂതം വസിക്കുകയാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, പാത്രം തല്ലിക്കൊട്ടിയും ഉള്ളവരുടെ വഴിക്ക് ദുർമരണങ്ങൾ, അങ്ങനൊന്നും തന്റെ മക്കൾക്ക് സംഭവിക്കാതിരിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കും. ഞങ്ങൾക്കും ഒരു പങ്കാളിയാകുവാൻ, ഞങ്ങൾക്കും അഭിമാനിക്കാനും കർത്താവിനെ കണ്ടവരെ ലോകർക്കൊരു സാക്ഷ്യമായി തീരുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഒരുത്തരുടെയും വിടക്കണ്ണോ ആഭിചാരമോ പിന്നെ പ്രാക്കോ ഏൽക്കാതെ വണ്ണം ഈ ഭവനത്തെ എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും ദൂതന്മാരാലും കാവലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചെറുവാക്കുന്നു. അനുഗ്രഹീതമായ നല്ല ഭാഗക്കാരനായ ദൈവത്തെ സ്തുതിക്കുന്ന ഈ ഭവനത്തിൽ കാലം കടന്നു വിടുവാൻ കൊണ്ട് മരുവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയതോർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പൈസ സംഘടിപ്പിച്ച് ഒരുപക്ഷെ വീടിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പൈസ കുറവായിരിക്കാം, പലരും ലോണൊക്കെ എടുത്ത് ഒരു വീട് സ്വന്തമായിട്ട് ഒരു വീട് ഇവിടെ ഭൂമിയിൽ വേണമെന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് മിക്കവാറും എല്ലാവർക്കും കർത്താവ് ദിവസങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ലഭിക്കാത്തവർ കർത്താവിനോട് പ്രാർത്ഥിക്കുക. തക്ക സമയത്ത്
കർത്താവ് വഴിയും വാതിലും തുറന്നു കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ കോർബയിലായിരുന്നപ്പോൾ ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് ഭവനം തന്നു. എന്നാൽ ആ ഏരിയയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കർത്തദാസന്മാർ വന്ന് വ്യാപാരത്തിനും ദിവസങ്ങളോളം പാർക്കുവാൻ, വസിപ്പാൻ, നല്ല ആഹാരമൊക്കെ റോസം വെച്ച് കൊടുക്കുവാനൊക്കെ കർത്താവ് ഇടയാക്കി. കാരണം കോർബയിൽ അങ്ങനെ ഒരു ഭവനമില്ലായിരുന്നു. ആരെയും ഞങ്ങൾ സ്വീകരിക്കുന്നൊരു ഭവനമായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ലജ്ജിപ്പില്ല. ഈ ഭവനത്തിൽ നമ്മൾ താൽക്കാലികമായിട്ട് ആണ് താമസിക്കുന്നത്. ഇവിടെ പെർമനന്റ് അല്ല. എത്ര മോടി പിടിപ്പിച്ചാലും നല്ലൊരു ഭവനമാണ്. എന്തൊക്കെ ചെയ്താലും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഭവനം കർത്താവ് സ്വർഗത്തിൽ ഒരുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടതാണ്. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിലും സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം, നമ്മൾക്ക് സ്വർഗീയമായൊരു പാർപ്പിടം സ്വർഗത്തിൽ നമുക്കുണ്ട്. ഈ മണ്ണെ പ്രതി, ഇതെല്ലാം മണ്ണാണ്. കഴിഞ്ഞ ദിവസം ഒരു കർത്തദാസൻ പറഞ്ഞു, ഈ മണ്ണിന് വേണ്ടി ആൾക്കാർ ഓടുകയാണ്, മണ്ണിന് വേണ്ടി വഴക്കുണ്ടാക്കിയാണ്, 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി വെള്ളിവയ്പയും പല രീതിയിൽ സഹോദരന്മാർ തമ്മിലായിരുന്നു. ഈ മണ്ണിന് വേണ്ടി അല്പ നിമിഷത്തെ താൽക്കാലികമായ നമ്മുടെ ജീവിതത്തിലെ ഈ മണ്ണിന് വേണ്ടി അടിപിടി കൂട്ടുന്ന ഒരു കാലയളവിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ഇവിടുന്ന് പോയാൽ ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. വീടോ സ്ഥലമോ എന്തോരം കൊണ്ടുപോയിട്ടുണ്ട്? ഒന്നും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾക്ക് വേണ്ടി ഒരു ഭവനം കർത്താവ് സ്വർഗത്തിൽ ഒരുക്കുന്നു. ആ ഭവനത്തിന് വേണ്ടി, ആ ഭവനത്തിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം കർത്താവ് ജീവിതത്തിൽ ഇടയാക്കട്ടെ. ഇന്നും ഇന്നലെയും നാളെയും ആയിട്ട് കർത്താവ് ഓരോരുത്തരെയും വിളിച്ച് ആ സ്വന്തം ഭവനത്തിലേക്ക്, നമ്മളെ സ്വന്തം ഭവനത്തിലേക്ക് കർത്താവ് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത് നമ്മുടെ സ്വന്തമല്ല. ഇവിടെ നമ്മൾക്ക് കുറച്ച് ദിവസത്തെ ജീവിതമേ ഉള്ളൂ. നമ്മൾ പരദേശികളാണ്, അന്യരാണ്. എന്നാൽ സ്വന്തമായ ഒരു ഭവനം കർത്താവ് അവിടെ ഒരുക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം, റെഡി ആയിരിക്കണം ആ ഭവനത്തിൽ പോകുവാൻ കൊണ്ട് കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ഈ റോഡ് സൈഡിൽ ഇങ്ങനെ പണിയുവാൻ തക്കൊണ്ടും മോഹൻസി ബ്രദറും തൻ്റെ സിസ്റ്റർക്കും കർത്താവ് കൊടുത്ത സൗഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വരുന്നവരും പോകുന്നവരും ഒക്കെയും ഈ ഭവൻ മുഖാന്തരം അനുകരിക്കപ്പെടണം. അവർ കർത്താവിനെ അറിയണം. കർത്താവിനെ അവരുടെ ജീവിതത്തിൽ എല്ലാമായി കാണുവാൻ തക്ക ഭവനം ഇടയാക്കട്ടെ. പിന്നെ എല്ലാവിധ നന്മകളും ഈ ഭവനത്തിന് വേണ്ടി നേരുന്നു. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഞാൻ ഡയാലിസിസ് കഴിഞ്ഞ നല്ല സിസ്റ്ററും മോനസിയും പ്രത്യേകം വിളിച്ചു. എന്നാൽ വരാൻ തക്കവണ്ണം പറ്റത്തില്ലായിരുന്നു. അതിൽ തന്നെയും ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ജീവിതത്തിടയാക്കി ഓർത്തിരിക്കുന്നു. ഈ ഭവനത്തെ തന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നന്മയും കുറവില്ലാതെ അവരുടെ പണപരമായ വിഷയത്തിലൊക്കെയും കർത്താവ് ഈ ദിവസങ്ങളിൽ വഴികളെ തുറക്കട്ടെ. കാരണം ഒരുപക്ഷെ ലോണായിരിക്കാം, ഒരുപക്ഷെ പൈസ കടമായിരിക്കാം. ഇതൊക്കെയുണ്ട്. നമ്മൾക്ക് നമ്മുടെ കയ്യിലെ കാശ് കൊണ്ട് ഒരു ഭവനം തീർക്കുവാൻ വളരെ പ്രയാസമാണ്, എനിക്കറിയാം. എന്നാൽ അതിൻ്റെ വഴികളൊക്കെയും കർത്താവ് തുറന്നു കൊടുത്ത് അവരെ സഹായിക്കട്ടെ. കടബാധ്യതകളൊക്കെയും കർത്താവ് തീർക്കുമാറാകട്ടെ. കർത്താവിനാൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വിഷയം വെക്കുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി വഴികളെ തുറക്കും. മുന്നമേ അവൻ്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും നമ്മൾക്ക് വേണ്ടി നിർവഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ സേവിക്കുന്ന ദൈവം പോഷ് പറയുന്ന ദൈവമല്ല. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവുള്ളതാണ്. കർത്താവുമായിട്ട് യാത്ര ചെയ്യുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് വിഷയവും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ജീവിതത്തിൽ ഉത്തരവരും മറുപടിയും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇന്നുവരെയും കർത്താവിൽ ആശ്രയിപ്പാൻ ഇടയാക്കി. തുടർന്ന് കർത്താവ് തന്നെ ആശ്രയിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ഭവനത്തെ പിന്നെയും ദൈവത്തിൻ്റെ വരമുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാ ദൈവങ്ങളെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ പരദേശികൾ ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവം വിശുദ്ധ ജാതി നാം അവനവകാശമാ ജനം നാം. യഹോവാ ദൈവം കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിലേക്ക് സ്തോത്രം. സന്തോഷകരമായ ഈ സമയത്ത് ഇപ്രകാരം പിന്നെ ഈ ദിവസദാനമായ പ്രത്യേക അവകാശം ഒരുക്കുകയാണ്. ചില വാക്കുകൾ ഞാൻ സമയപരിമിതപരമാക്കി ഓർപ്പിക്കാനും അത് സമയമില്ലെങ്കിൽ അതനുസരിച്ച് ലീഡ് ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ചു ഉള്ളതുകൊണ്ട് ചില വാക്കുകൾ ഓർപ്പിക്കുന്നു. ഇത്ര മനോഹരമായ വീടുകളാണെങ്കിലും ഓരോ നിലവാരത്തിൽ അവരുടെ നിലവാരം അനുസരിച്ച് ഭവനങ്ങൾ പണിയാറുണ്ട്. അവരുടെ പ്രാപ്തിക്കനുസരിച്ചാണ് വീടിൻ്റെ വലിപ്പച്ചോട്ടവും നൽപ്പതിൽപ്പും സെറ്റൊക്കെ വരിക. ഏതായാലും ഇതെല്ലാം താൽക്കാലിക വീട്, ഇതെല്ലാം കൂടാര വീടാണ്. 132 ദാവീദ് രാജ പറഞ്ഞ വാചകമുണ്ട്. അത് 2-ാം വാക്യം എൻ്റെ ഓർമ്മ 132 വായിക്കൊന്നും വേണ്ട, നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ദാവീദ് പറയുകയാണ്, ദാവീദ് രാജാവിൻ്റെ കൊട്ടാരം 13 വർഷം കൊണ്ട് ആ കൊട്ടാരം പണിതു. 13 വർഷം കൊണ്ടാണ്, 7 വർഷം കൊണ്ട് ആലയം പണിതു. 13 വർഷം കൊണ്ട് തന്റെ കൊട്ടാരം അരമന പണിതു. ആ അരമനയിൽ പറയുകയാണ് എൻ്റെ കൂടാര വീട്. 132 2-ാം വാക്യം പറയുന്നുണ്ട്, യഹോവയോട് ഒരു സത്യം ചെയ്തു, യാക്കോന്റെ വലൽ നിർന്ന എന്തെന്നാൽ യഹോവയ്ക്ക് നിവാസം, യാക്കോന്റെ വല നിവാസം കണ്ടെത്തും വരെ കൂടാര വീട്ടിന് കടക്കത്തില്ല. 13 വർഷം പണിത കൊട്ടാരം കൂടാരമാണ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. ഇതൊക്കെ അടിസ്ഥാനമില്ല. നല്ല കുലുക്കം കുലുങ്ങിയാൽ ഇതെല്ലാം തറയിൽ പോകുന്ന താൽക്കാലിക വീടുകൾ. 119 വാക്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പരദേശിയായി പാട്ടുന്ന വീട്ടിൽ ഇതിന്റെ ചട്ടങ്ങൾ കീർത്തനമാണ്. അപ്പോൾ കൂടാര വീടാണ്, അടിസ്ഥാനമില്ലാത്ത നിൽക്കാത്ത താൽക്കാലികമായ ഒരു വീടാണ് നാം പണിയുന്ന എല്ലാ വീടുകളും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അത് നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായതായ ഈ കേരളത്തിന്റെ ഇടുക്കിയുടെ പ്രദേശം ഉണ്ടായതായ ആ പൂജന എത്രയോ വീടുകളാണ് ഒലിച്ചു പോയത്. നല്ല വെള്ളച്ചാട്ടം വന്നപ്പോൾ ഒരു ഭൂചലനം ഉണ്ടായപ്പോൾ ഒലിച്ചു മാറിയെങ്കിൽ അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ അടിസ്ഥാനം കേട്ടോ. എന്നാൽ ഒന്ന് ഞാൻ വീണ്ടും പറയാം, ഇത് വെറും അടിമ വീടാണ്. 6-ാം വായിക്കുമ്പോൾ കാണാം, അടിമ വീടായ വിഷയം എന്നുമായിരിക്കുക. എത്ര മനോഹരമായ വീടാണെങ്കിൽ കൂടാരമാണ്, താൽക്കാലികമാണ്, പരദേശ വീടാണ്, അടിമ വീടാണ്. എന്നാൽ നിത്യമായ വീട് നമുക്ക് ഒരുക്കുന്നുണ്ട്. ലൂക്കോസ് 2-ാം വാക്യം വായിക്കുമ്പോൾ അതിനുശേഷം അവൻ നിങ്ങളെ നിത്യ വീട്ടിൽ ചേർത്തുകൊണ്ടയാണ്. അപ്പോൾ ഇവിടെ കൂടാരത്തിൽ പാർക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയല്ല. ഇവിടെ എത്ര കാലം ജീവിക്കാൻ ആഗ്രഹിച്ചാലും ഇവിടെ ആരും ചിരഞ്ജീവികളൊന്നും അല്ല കേട്ടോ. മോശ പാടിയ പാട്ടുകൾക്ക് അറിയാമല്ലോ, ഞാൻ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80. അങ്ങനെ അറ്റം പോയാൽ, അതിനപ്പുറം പോയാൽ ചിലർക്ക് വല്ല ഗ്രേസ് പീരീഡ് കണ്ടുവച്ച് കിട്ടിയാൽ അത് കട്ടതയും കണ്ടില്ല, അല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ. ഏറെക്കുറെ ആ പ്രായത്തിൽ പോയാൽ ഏറ്റവും നല്ലതാണ്. ഏതായാലും പോയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഏറ്റവും ചുരുക്കം, ഇവിടെ പോകുമ്പോൾ എങ്ങോട്ടാ പോകുന്നതായി എന്ന് കിട്ടണം ഇപ്പോഴാണ് കേട്ടോ. പോയതിനു ശേഷം ഇവിടുന്ന് പോയതിനു ശേഷം എന്തൊക്കെ ചെയ്താലും നമുക്ക് യാതൊരു പ്രയോജനവും വരാനില്ല. അതെല്ലാം കേവലം താൽക്കാലികമായത് മാത്രമാണ്. എന്നാൽ ഇത് പോകുമ്പോൾ എങ്ങോട്ട് പോകും എന്നുള്ള ചിന്ത നമ്മൾ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നുകൂടെ പറയാം, ഇപ്പോഴാണ് ഞാൻ ആ തിട്ടമാക്കുന്നത്. എവിടെയാണ് പോകുന്നത്? ഹനുമാൻ മരിച്ചു, യാഥാർത്ഥ്യത്തോട്ട് പോയി. ലാസ മരിച്ചു, അപ്പുറം വേണ്ടി നമ്മുടെ അവിടെ ആയിരിക്കും പോവുക. നാട്ടിൽ ഞാൻ തുടരുന്നില്ല, അതിപ്പോ നിർത്താൻ വിഷയമല്ലാത്തോളം ഒരു നിത്യവീടുണ്ട്. മാത്രമല്ല വായിക്കുന്നത്, വിശ്വാസത്തിൽ അബ്രഹാം ചെന്നു, എനിക്ക് അവകാശമായി കിട്ടുന്ന ദേശത്തേക്ക് എന്നിട്ട് കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ദാരിദ്ര്യം കാത്തിരുന്നു. സ്വർഗത്തിൽ പറയുന്നത് വീട് അടിസ്ഥാനമുള്ള വീടുകളാണ്. ഇവിടുത്തെ എല്ലാം ഇവിടെ അടിസ്ഥാനമില്ലാത്തതൊന്നും ചലിച്ചാൽ തറ പറ്റുന്ന വീടുകളാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നാം ഈ പാർക്കുന്ന ഭൂമി എത്ര മനോഹരമാണ്.
ഈ ഭൂമി ഇങ്ങനല്ലായിരുന്നു പണിയേണ്ടത് എന്നാർക്കും ചിന്തയുണ്ട് ഉണ്ടെങ്കിൽ ഞാനൊരു വാക്ക് ചോദിക്കാം. ഒരു ബദൽ സംവിധാനം പറഞ്ഞെടുക്കാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഇങ്ങനല്ലായിരുന്നു, മറിച്ച രീതിയിലായിരുന്നു ഈ ഭൂമി ഉണ്ടാകേണ്ടെന്ന് ഒരു ബദൽ സംവിധാനം പറഞ്ഞു കൊടുക്കാൻ നിനക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ലല്ലോ. അത്ര മനോഹരമായി ഒരു പരിമിതിയില്ലാതെ ഒരു ന്യൂനതയില്ലാതെ ഈ അഴിയാണ്ടുകളാതെ സൃഷ്ടിച്ച ദൈവത്തിനും ഇത് സൃഷ്ടി എത്ര നേരം വേണ്ടി വന്നറിയോ? ഒറ്റ വാക്ക് ഉണ്ടാകട്ടെ, ഒരു വാക്ക്, ഒറ്റ വാക്കിൽ എല്ലാം ഉണ്ടായി. ആനന്ദകോടി നക്ഷത്രയാനങ്ങളും ആ പാർക്കുന്ന ഈ ഭൂമി അംഗമായിരിക്കുന്ന ഈ സൗരയൂഥത്തിൽ തന്നെ, ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ, ഈ സൗരയൂഥത്തിൽ തന്നെ 200,000 കോടി ഗോളങ്ങൾ വരെ ഉണ്ടെന്നാണ് സാധാരണ പറയുന്നത്. ഞാൻ കേട്ടില്ല, വായിച്ചത്, പുസ്തകത്തിൽ വായിച്ചത്. 200,000 കോടി ഗോളങ്ങൾ ഈ ഭൂമി അംഗമായിരിക്കുന്ന ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടെന്ന്. അതുപോലെ 1000 കണക്കിന് ഗോളങ്ങൾ സോളാർ സിസ്റ്റങ്ങൾ വേറെ. അതെല്ലാം ഉണ്ടാക്കാൻ ദൈവത്തിന് ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് മതിയായിരുന്നു. അങ്ങനെയുള്ള ദൈവം തമ്പുരാൻ 2000 വർഷം വീട് വെക്കുക ആർക്കൊണ്ടെന്ന് അറിയാമോ? നമുക്ക് വേണ്ടി. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുന്ന് പിന്നെ 15 ചേർത്തോളം പോയി പറഞ്ഞിട്ട് കർത്താവ് പോയിട്ട് 2000 വർഷം കഴിഞ്ഞു. അപ്പൊ ആ മഹാരാജാവ്, ആ മഹാശില്പി 2000 വർഷമായി വീട് പണിതിട്ട് തീർന്നെന്ന് വെച്ചാൽ ആ വീടിന്റെ വലിപ്പം എന്തുവാ? വെള്ളിപ്പാട് നമ്മൾ ചേർത്ത് പഠിക്കണം. 1400 മൈൽ നാടിയ നീളം, 1400 നാടിയ വീതി, 1400 നാടി ഉയരമുള്ള ആ സമയബന്ധിതമായ ബുദ്ധന്റെ പണിയൊന്ന് വായിച്ചു നോക്കിയേ. അതിന്റെ അടിസ്ഥാനം 12 രത്നങ്ങൾ. അടിസ്ഥാനം ഇട്ടത് 12 രത്നങ്ങൾ. അതിന്റെ ഗോപുരങ്ങൾ, പലക മുത്തുകൾ, അപ്പോസ്തലരുടെ പേരുകൾ എന്ന് വേണ്ട. അവിടെ ഒരു അശുദ്ധനും വരത്തില്ല. വീട്ടുകൾ മാത്രമേ വരത്തുള്ളൂ. ജീവിതത്തിൽ വരുന്നത് ആരും ചെല്ലത്തില്ല. ഈ പുതിയ വീട്ടിലതുകൊണ്ട് നാം ചിന്തിക്കണം, ഞാൻ അവിടെ കാണുമോ? ഒരു അശുദ്ധനും കടന്നു വരാത്ത, ജീവിതത്തിൽ പേരത് ആരും കടന്നു വരാത്ത, ഒരു പേരില്ലാത്ത കടന്നു വരുന്നത് അവിടെ ചെല്ലത്തില്ലെങ്കിൽ നമ്മുടെ ചെല്ലുമോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഈ നിങ്ങൾ 27 പിന്നെയും വന്ന് ചേർത്തുകൊള്ളാം. ഇവിടെ ഭാഷ തോസുട്ട് വായിച്ചല്ലോ. കൂടാരമായ ഞങ്ങളുടെ പൗഭവൻ അഴിഞ്ഞുപോയാൽ ഇനി കേട്ടോ, കൈപ്പണി അല്ലാത്ത ലോകത്തിൽ ഏത് വീടിനും കൈപ്പണിയാ. ഒരു ശില്പിയാ ഉണ്ടാക്കിയത്. അതിനൊരു ആർക്കിടെക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കലാകാരമില്ലുണ്ട്, ഒരു രൂപരേഖ നെയ്യാളുണ്ട്, അതിന് പ്ലാനും യശോദന്റെ വ്യക്തിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്ലാനുണ്ടല്ലോ, എത്ര മഹാത്മ്യമാ! അതൊരു മനുഷ്യൻ കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ തോന്നിയിട്ടുമില്ല. അത്ര മനോഹരമായി കൊട്ടാരം നമ്മുടെ മക്കൾ ഒരുക്കിയ അത് കൈപ്പണിയല്ല, കൈപ്പണിയല്ലാത്ത അത് ഈ ലോകത്തിൽ വീടെല്ലാം തീർന്നു പോകും. വാസലി ബാബുസാനെ പറഞ്ഞു അങ്ങേറ്റം 100 വർഷമൊക്കെ നിൽക്കുമെന്ന്. അയ്യോ ഇല്ല ബാബുസാനെ, ഇല്ല. വാസോൻ 50 വർഷം കൊണ്ട് കൊണ്ടിട്ട് 50 വർഷം. അത് കഴിയുമ്പോൾ തള്ളിപ്പൊളിച്ച് കളയണം. അടുത്ത വോട്ടിപ്പിട്ട് 100-150 വർഷം നിന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ നിന്നൊന്നുമില്ല. വാസോൻ 50 വർഷമാകുമ്പോൾ പൊളിച്ച് കളയണം. ഇല്ലെങ്കിൽ കോട്ടയത്തെ മണിക്കൂറിൽ ഇതായി പോകും. കോട്ടെ നമ്മുടെ വിഷയമല്ലല്ലോ. അത് എന്റെ ചുരുക്കം കൈപ്പണിയല്ലാത്ത ഇവിടെ നിത്യമല്ല, താൽക്കാലികമാണ്. നിത്യമായ വീട് ഒരുക്കുന്നുണ്ട് കേട്ടോ. നിത്യ വീട്, രോഗമില്ല. പക്ഷേ തോന്നല്ലോ പോയിട്ട് അനുസരിച്ച് വന്നെന്ന് നമുക്കറിയാം. അന്നത്തെ സാഹചര്യം അവിടെ നിന്ന് വേണ്ട. ഇവിടെ ചെന്നപ്പോൾ ഡയബറ്റിക് ഇല്ല, പിന്നെ കിഡ്നിക്ക് അസുഖം ഇല്ല, പിന്നെ പ്രമേഹമില്ല, പിന്നെ BP ഇല്ല, അവിടെ ഒരു രോഗമില്ല. ദേവദാസൻ പാടി, ആ വീട്ടിൽ ഞാൻ ചെന്നാൽ പിന്നെ ആനന്ദമാണ് എനിക്കെന്നും. ആ വീട്ടിൽ ഞാൻ ചെന്നാൽ പിന്നെ ആനന്ദമാണ് എനിക്കെന്നും. രസമകന്നൻ പ്രിയൻ കൂടെ, രസമകന്നൻ പ്രിയൻ കൂടെ ആനന്ദത്തോടെന്നും വാഴും. എനിക്കായി ഒരുക്കും ഭവനം ഞാൻ എന്നങ്ങു ചെന്നു ചേരും. ഞാൻ എന്നങ്ങു ചെന്നു ചേരും. നാം എല്ലാവരും കർത്താവ് പറഞ്ഞു അങ്ങനെ തന്നെ. ഈ ചെറിയ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. ഈ മുഴുവൻ ലോകത്തെ ദൈവം സ്നേഹിച്ച ഒരു വ്യക്തിയല്ല.
ഒരു കുടുംബത്തെ അല്ല, ഒരു ജാതിയല്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഈ ലോകം രക്ഷിക്കപ്പെടേണ്ടതിനും അതിന് പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ലോകത്തെ ലോകത്തെ ഈ ചെറിയ ലോകത്തെ അല്ല, ലോകത്ത് പാർക്കുന്ന നമ്മെ ആദാം മുതൽ മരിച്ചടക്കപ്പെട്ട കൃപാന്തിമം ജീവിക്കുന്ന ഓരോ വ്യക്തിയും സ്നേഹിച്ചു. ഈ നശിക്കുവാൻ ഇത് ഇഷ്ടമില്ല. അതുകൊണ്ട് സ്വന്തം പുത്രൻ നൽകുവാൻ തയ്യാറായി കേട്ടോ. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, ഒരു ശത്രുവിന്റെ കയ്യിൽ സ്വന്തം മക്കളെ വിട്ടുകൊടുത്ത അപ്പനുണ്ട്. അപ്പൻ ചത്താലും മോനെ വിട്ടുകൊടുത്തില്ല. അതാ പിതൃസ്നേഹം. എന്നാ സ്വർഗത്തിലെ നോക്കിയേ, തന്റെ പുത്രൻ, ഏകജാന പുത്രനെ, മണി ഓമനകുമാരനെ കർത്താവിനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം അപ്പൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ പുത്രനേക്കാൾ നമ്മെ അദ്ദേഹം സ്നേഹിച്ചു. എന്തുകൊണ്ട്? നരകത്തിൽ പോകാൻ പാടില്ല. നരകത്തിൽ അത്ര ഘോരമാണ്, അത്ര വേദനാജനകമാണ്. തീ കെടാത്ത, പുഴിച്ചാകാത്ത, ദണ്ഡനം കത്തുന്ന, പല്ലുകടി കരച്ചിലുമുള്ള ആ നിത്യത എണ്ണത്തിനായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നൽകിയത്. ആ കാൽവിനെ നോക്കൂ, ആ കാൽവിനെ വ്യക്തിയെ കണ്ടോ, ആ രണ്ട് കർമ്മങ്ങളിൽ കർത്താവിനെ കണ്ടോ? എന്തിന്? അവൻ പാപം ചെയ്തിട്ടില്ല, പാവം അറിഞ്ഞിട്ടില്ല, പാവം ഒട്ടുമില്ലെന്ന കർത്താവ് എന്തു വേണ്ടി മരിച്ചു? പാവം എന്നെ രക്ഷിക്കുവാൻ, നിങ്ങൾ രക്ഷിക്കുവാൻ. ഈ പകൽക്കാല സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കാലിനെ കേൾക്കുന്നെങ്കിൽ ഈ പുതിയ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു കർത്താവ് വീട് എടുക്കുന്നുണ്ട്. ആ വീട്ടിൽ പോകണമെങ്കിൽ അവനെ കൈക്കൊണ്ട് നാമം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തെങ്കിൽ അവിടെ അവനെ കൈക്കൊള്ളാതെ, രക്ഷാദിനെ പ്രാപിക്കാതെ, വരവസ്ഥാനം ഏൽക്കാതെ, പരിശുദ്ധനെ പ്രാപിക്കാതെ, വേർപാട് പാലിക്കാതെ അവർക്ക് കണി കാണുകയില്ല. നോക്കൂ, ഈ വീട് താൽക്കാലിക വീട്, പരദേശ വീട്, കൂടാരമായ വീട്, അരിവ് വീട്, നിത്യ വീട്, കൈപ്പണിയില്ലാത്ത വീട്. ദൈവം ഒരുക്കുന്നുണ്ട് കേട്ടോ. ആ വീട്ടിൽ പോകുവാൻ നമുക്കൊരുങ്ങാം. അതിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഈ മനോഹരമായ വീട് വാത്സല്യ മോൻസിക്കും ലിൻസി കുഞ്ഞുങ്ങൾക്ക് പിന്നിൽ നൽകിയത്. ഈ വീട്ടിലായിരിക്കുമ്പോൾ നാം അനുവർത്തിയുടെ വാക്കുകൾ ഉറപ്പിക്കാം. ഒന്ന് നോക്കി കണ്ടോട്ടെ. ആവർത്തന പുസ്തകം 8-ാമത്തെ ദിവസം 8-ാം അധ്യായത്തിന്റെ 2, 5, 10, 17. 2, 5, 10, 17. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും കഴിഞ്ഞ കാലങ്ങൾ വന്ന വഴി മറക്കരുത്. വന്ന വഴിയെ മറക്കരുത്. ഇവിടെ കരഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട്, പ്രാർത്ഥിച്ച വ്യക്തികളുണ്ട്, കഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ സ്വയമേ ഒന്നും ആരും നേടിയിട്ടില്ല കേട്ടോ. സ്വന്തം കൈ കൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട് ആരും നേടുന്നില്ല. അടുത്ത വാക്ക് പറയുന്നത് രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. സ്വന്തം കൈ കൊണ്ട് ആരും നേടത്തില്ല. അതുകൊണ്ട് ആരും ഒന്നും അധ്വാനിക്കണം നല്ല പറഞ്ഞില്ല. ഇതിനൊക്കെ പിന്നിൽ എത്രയോ അധ്വാനങ്ങൾ, വന്ന ഈ വടികൾ, വിശപ്പടക്കാൻ മാർഗമില്ലാതെ ഒരു തരം വിശപ്പടക്കി ആഹാരം കഴിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച ആളുകളൊക്കെ ഞങ്ങളൊക്കെ. വന്ന വഴി മറക്കാൻ വെക്കും, വന്ന വഴി മറക്കാൻ വെക്കും. എങ്ങനെ മറക്കും? മറക്കുന്നത് മനുഷ്യനല്ല, മറക്കുന്നത് മനുഷ്യനല്ല, കേവലം മൃഗമാണ്. പിന്നെ വഴി മറക്കല്ലേ, ഇനി വഴി മറക്കല്ലേ. 3-ാം വാക്യമല്ലേ വായിച്ചേ? 5-ാം വാക്യം വായിച്ചേ. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചോളും. ദൈവ കർത്താവിനെ ധ്യാനിച്ചോളും. ഈ വീട്ടിൽ പാർക്കുമ്പോൾ എന്റെ പ്രിയ മോൻസി, ലിൻസി കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, എപ്പോഴും വഴി മറക്കരുത്, ഈ ഉപകാരം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ഓട്ടം കണ്ട ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം. ഈ യോർദാന്റെ ആഴത്തിൽ നിന്ന് 12 കല്ലെടുത്തോണ്ട് വന്ന് പാളിൽ നടണം. ഇതെന്തെന്ന് തലമുറ ചോദിക്കുമ്പോൾ നീ പറയണം, യോർദാന്റെ ആഴത്തിൽ മുങ്ങേണ്ടതായിരുന്നു. ഞാൻ ഈ യോർദാന്റെ മുങ്ങേണ്ടതായിരുന്നു. ദൈവം എന്നെ ഉയർത്തി, യോർദാനെ വറ്റിച്ചു, നീ വഴി ഒരുക്കി. അതുകൊണ്ട് ഈ കല്ലി പാളയത്ത് വന്നു. കുഞ്ഞേയും നീ മറക്കല്ലേ, കഴിഞ്ഞ കാലം നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കാൻ, ആത്മഹത്യക്ക് വേണ്ടി പോലും കച്ച കെട്ടിയ സ്ഥാനത്ത് ദൈവം വിടുവിച്ച വിധം മറക്കരുത്. ദൈവകാരം മറക്കരുത്.
മറക്കരുത്, നീ വഴി മറക്കരുത്. എന്തിന് ജീവിക്കുന്നു, ഒരു ജീവിതം വേണ്ട എന്ന് ചിന്തിച്ച എത്രയോ സന്ദർഭങ്ങൾ. കുഞ്ഞെ, വഴി മറക്കല്ലേ. ദൈവത്തെ ധ്യാനിച്ചോണം, ദൈവത്തെ ധ്യാനിച്ചോണം, കർത്താവിനെ ധ്യാനിച്ചോണം. എന്തിന്? ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ എപ്പോഴും ധ്യാനിക്കാനുള്ള ഒറ്റ വ്യക്തി കർത്താവ് മാത്രമാണ്. വേറെ ആരെയും ധ്യാനിക്കാൻ കൊള്ളത്തില്ല, വേറെ ആരെയും മനസ്സിൽ വെക്കുകയും ചെയ്യണ്ട. അത് വെച്ചാലൊക്കെ വ്യർത്ഥമാണ്, അർത്ഥമൊന്നുമില്ല. മനസ്സിൽ ധ്യാനിക്കാൻ കൊള്ളുന്ന ഒറ്റ വ്യക്തി നടത്തിയ ദൈവമാണ്, നടത്തിക്കൊണ്ട് ദൈവമാണ്. ആ ദൈവത്തെ മാത്രം ധ്യാനിക്കൂ, ദൈവത്തെ മാത്രം ഓർക്കൂ. 9-ാം വാക്യം. ഒലിവൃക്ഷവും പത്താം വാക്യം. ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് ചെയ്യണം. എന്തോ വേണം? മക്കളെ നോക്കിയേ, ഇവിടെ ആഹാരം കഴിക്കുമ്പോൾ സ്തോത്രം പറയാതെ, നന്ദി പറയാതെ കഴിക്കരുത് കേട്ടോ. നന്ദി പറയാതെ കഴിക്കരുത്. ഇന്നലെ ഒരു ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിന് കണ്ടു കാണും. കുറെ കുഞ്ഞുങ്ങൾ ആഹാരം കൂതിക്കുന്നത് കഴിച്ചു കയറിപ്പറഞ്ഞ ഡ്രസ് വിട്ട് ഒരു 10 മണി നിൽക്കുക ആഹാരത്തിന്. അത് പറഞ്ഞൊരു മെസ്സേജ് ഇങ്ങനെയാണ്: നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ, കൊണ്ട് കളയുമ്പോൾ ഇതുപോലെ കാട്ടുന്ന ജീവൻ ഉണ്ടെന്ന് ഓർമ്മ ഭരിച്ചോളൂ. വിശപ്പെടുത്തും ആഹാരം വെറുതെ വേസ്റ്റാക്കുന്നു. ഓർക്കണം, ഈ കളയുന്ന ആഹാരം നിങ്ങളെ ഒരു വിശപ്പെടുന്ന മോഹിനിയ, അതാണ് നശിപ്പിക്കുന്നത്. ഒരിക്കലും നശിപ്പിക്കരുത്, കളയരുത്. ലഭിക്കുന്ന നന്മയ്ക്ക് ഒരു നല്ല ഡ്രസ്സ് തരുമ്പോൾ സ്തോത്രം പറയണം, ഒരു നല്ല വസ്ത്രം തരുമ്പോൾ സ്തോത്രം പറയണം. കുഞ്ഞുങ്ങളെ, എൻ്റെ രൂപ ഞാൻ പറയുന്നത് ഇത്തരം സാധനങ്ങളെ പറ്റി നോക്കത്തുള്ളൂ. ഒരു പുസ്തകം വാങ്ങിക്കാൻ മാർഗമില്ല. ഞാൻ 8ാം ക്ലാസ് മുമ്പിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷാണ്, സെക്കൻഡ് പീരീഡ് മലയാളമാണ്, 3-ാം പീരീഡ് സോഷ്യൽ സ്റ്റഡീസാണ്. സോഷ്യൽ പുസ്തകമില്ല. അപ്പോൾ ഇടയ്ക്ക് അല്പ സമയമുണ്ട്. ആ സമയം കൊണ്ട് ദേവസ്ഥാനം പഠിപ്പിക്കുന്നത്. ദേവസ്ഥാനം പഠിക്കുന്ന നല്ല കാച്ചും ഇല്ലെങ്കിൽ 1.5 അടി അടിക്കും ദേവസ്ഥാനം. പുസ്തകം വേണം, പുസ്തകത്തിൽ ഇവിടെ ഇരുത്തത്തില്ല. ആ ഇടയ്ക്കുള്ള അല്പസമയം അടുത്ത ക്ലാസ്സിൽ ഓടും പുസ്തകം വാങ്ങിക്കാൻ. അവൻ്റെ അല്ല, അവൻ്റെ പുസ്തകം വാങ്ങിയിട്ട് പുസ്തകം കാണിക്കാൻ. അങ്ങനെ പുസ്തകം വാങ്ങിക്കാൻ മാർഗമില്ലാതെ അടുത്ത ക്ലാസ്സിൽ പോയി പുസ്തകം വാങ്ങിച്ചോട്ടെ. ഇത് വരുമ്പോൾ ക്ലാസ് വന്നിരിക്കും. എൻ്റെ പ്രിയരെ, എന്നിട്ട് ലക്ഷപ്പീടിൽ നോട്ട് ബുക്ക് എടുത്ത് നോട്ട് എഴുതിക്കൊണ്ട് പോകും. ഞാൻ പറയട്ടെ, നല്ല പുസ്തകം വാങ്ങി എത്രയോ ബുക്കുകളാണ് എഴുതാതെ വെറുതെ പേപ്പർ എഴുതി വരച്ചിട്ടേക്കുന്നത്. നന്ദി പറയണം, ഇത് സ്തോത്രം ചെയ്യണം. ഒരു നല്ല ഡ്രസ് വരുമ്പോൾ സ്തോത്രം ചെയ്യണം, ആഹാരം തരുമ്പോൾ സ്തോത്രം ചെയ്യണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ വിശുദ്ധത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഒന്നും മറക്കരുത്, സ്തോത്രം ചെയ്യണം. തീർന്നില്ല. അടുത്ത എന്തോ വേണം? കുഞ്ഞെ, മറക്കല്ലേ. വന്ന വഴി മാത്രം മറക്കാതിരിക്കാൻ പോരാ. ദൈവത്തെ മറക്കരുത്, നന്മയെ ദൈവത്തെ മറക്കരുത്. നിന്നെ വെട്ടിയെടുത്ത് പാറ, കുഴിച്ചെടുത്ത് കടിപറക്കം ചിലപ്പം കൊണ്ട് വഴി മറക്കാതെ എപ്പോൾ ദൈവത്തെ ഓർമ്മ വേണം. ദൈവത്തെ ഓർമ്മ വെച്ചുകൊണ്ട്, ദൈവത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ദാവീദ് പാടി, ഞാൻ യഹോവയെ എപ്പോഴും എന്നെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവന്റെ വലത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ദൈവത്തെ മറക്കല്ലേ. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കുവാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അതിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്ക് സമ്പത്തൊക്കെ ഉണ്ടായി. പിന്നെ നിലവാരമൊക്കെ മാറും. മോശി കുടിച്ചു വെച്ചു, നില മാറാൻ പോവുക, അവസ്ഥ മാറാൻ പോവുക. ഒരു കാര്യം മാറരുത്, ദൈവത്തെ മറക്കരുത്, സ്തോത്രം ചെയ്യാൻ മറക്കരുത്, ധ്യാനിക്കാൻ മറക്കരുത്. ദൈവം വഴി മറക്കാതിരിക്കാൻ ഓർത്തോണം. വായിച്ചോട്ടെ. ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെ വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കരുത്. നിങ്ങളത് എതിർത്ത് നിൽക്കും. ഒരു നല്ല വീട് കിട്ടുമ്പോൾ, എൻ്റെ പ്രിയർ ഇന്ന് എന്തിനധികം പറയുന്നേ, നല്ല ബൈക്ക് കിട്ടട്ടെ, പുറകെ പൊങ്ങിയിരിക്കുന്ന കുതിര പോലിരിക്കുന്ന ബൈക്ക് എന്ത് എനിക്ക് പേരെന്നോട് പറഞ്ഞോട്ടെ. പോകുമ്പോൾ ഈ പിള്ളേരുടെ പാവം കാണണം.
നീ തൊലയാൻ പോവാന്ന് ഓർത്തോണം. എൻ്റെ ഒക്കെ പോക്ക് കണ്ടാൽ ഇവനെ കുലുക്ക് ഭൂലോകം മുഴുവൻ കുലുങ്ങിയെന്നവരെ എന്താ നിഗളിക്കരുത്. ഒരു നന്മ ദൈവം ചെയ്യുമ്പോൾ നിഗളിക്കരുത്. നിങ്ങൾ ഇത് തീർക്കുന്നു ആട്ടെ. ഈ 8-ാം അധ്യായത്തിൽ വന്ന് ആവർത്തന 8-ാം അധ്യായം 11-12 വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തന 8-11 എന്ന് വായിച്ചേ. വെള്ളമില്ലാത്ത വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കരുത്. നീ സൂക്ഷിച്ചോണം. 1 ഓർക്കണം, 2 ധ്യാനിക്കണം, 3 സൂക്ഷിക്കണം, 4 അവന് മറക്കരുത്. ഇന്ന് പകൽക്കാലം ദൈവങ്ങളെ ലഭിക്കും. എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവ് കുടുംബം നിറയ്ക്കട്ടെ. ഇപ്പോഴത്തെ വീട്ടിൽ, താൽക്കാലിക വീട്ടിൽ, കൂടാര വീട്ടിൽ നാം പാർക്കുമ്പോൾ നിത്യവിടുന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഭവനങ്ങൾ ഒരു വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ ഭവനങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവം പഠിക്കുന്ന ഭവനമാകണം. സന്ധ്യയാകുമ്പോൾ പണ്ടൊക്കെ ഇപ്പോഴൊന്നും കേൾക്കാനില്ല. നേരം വൈകുമ്പോൾ 7 മണി ആകുമ്പോൾ അല്ലെങ്കിൽ വിളക്ക് വെക്കുമ്പോൾ, അന്നത്തെ കഴിവ് വിളക്ക് വെക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വെച്ച് പോയാൽ ഏത് ഭാഗത്തുള്ളായാലും ഏത് ഭാഗത്തിലെ ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കുന്നു. എത്ര വീട്ടിലുണ്ട് പാട്ട് പ്രാർത്ഥന? ഞാൻ കുടുംബാരാധന, ആഹാരം മുടങ്ങിയാലും കുടുംബാരാധന മുടങ്ങരുത്. ദൈവത്തെ ധ്യാനിപ്പാൻ, പാടിയാരാധിപ്പാൻ മറക്കണ്ട. നിങ്ങൾ ദൈവവചന പൂജകൾ പറഞ്ഞു കൊടുക്കണം. അത് മുൻകരുതൽ മോശയായിപ്പെടും. പിതാക്കന്മാരാണ് ദൈവവചനങ്ങളുടെ മുൻകൈയെടുക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. ദൈവം വായിച്ചോ പ്രാർത്ഥിച്ചോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനപ്പാട്ട് പറ്റി പഠിച്ചോ പറഞ്ഞു കൊടുക്കണം. പിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെയും. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ ദൈവനം പഠിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളായി മാറും. പൊതുവെ ഞാൻ പറയും. അടുത്തത് അബ്രഹാമിന് മാറ്റിയ 3 പുരുഷന്മാരെയാണ്. വഴിപോക്കന്മാര്, പരിചിതരല്ല, അപരിചിതരാ. അവർ ഓടിച്ചെന്നു, നിലം വരെ കുടിഞ്ഞ് ചാട്ടാൻ വേണം. വിളിച്ചു, രമാനെ അടിയനെ വിട്ടു പോകരുത്. അടിയൻ്റെ വീട്ടിലൊന്ന് വന്ന് അല്പം വെള്ളം കൊണ്ട് കാലുന്ന് കഴുകാം. എന്നിട്ട് ഞാൻ പോലും കൂടി അപ്പം കൊണ്ട് ഭക്ഷിച്ച് നിങ്ങൾക്ക് പോകാം. ഞാനല്ലോ അടിയൻ വീട്ടിൽ വന്നത് എന്ന് പറഞ്ഞവരെ കൈക്കൊണ്ടിട്ട് അവരെ വൃക്ഷത്തിൽ ഇവിട്ടിരുത്തി കേട്ടോ. അപ്പൊ അബ്രഹാമിന്റെ വീട്ടിൽ മുറ്റം പോലും ബോധമാക്കിയിരിക്കാൻ കൊള്ളാവുന്ന അത് ശ്രദ്ധിക്കണം. പരിസരം വൃത്തിയായിട്ട് ഡിസിഡോളം അവിടെ നോക്കും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ദോഷമേ കാട് കയറി വീഴ്ക്കുറ്റി മുറുക്കാൻ ചോദിച്ചതും നമ്മുടെ വീട്ടിൽ വരത്തില്ല. വീട്ടിൽ ചെന്നു, നമുക്കൊരു വീട്ടിൽ ചെന്നു. ഞാൻ ചച്ചാ വീട് വയ്ക്കച്ച വീട് വയ്ക്കച്ച ഇന്ന് വേണ്ട ഞാനും ഞാൻ വീട് വയ്ക്കുന്നു. ചച്ചാ ഇതിനേക്കാൾ വലിയ മരം കണ്ടുണ്ട് അച്ഛാ. ആ മരത്തെ തീപ്പെട്ടി കൊള്ളി കണ്ടു അച്ഛാ. ഇത്രയും തീപ്പെട്ടി കൊട്ടി ഇവിടെ വരണമെങ്കിൽ അച്ഛൻ ഇവിടെ വീടി തീപ്പെട്ടി കുറച്ച് വീട് കത്തിച്ച വിറ്റ് കളഞ്ഞ അമ്മ തൂത്തിട്ടേക്ക അന്നാമേ ഇതടിയോ തൂക്കാൻ. ഈ മനുഷ്യൻ കൂടി വീടി വെച്ചതും അല്ല, തങ്ങുമ്പോൾ തൂക്കാൻ എന്താ കേട്ടില്ലേ? ഇതുപോലെ കാര്യങ്ങളപ്പോൾ നമ്മുടെ ഭവനങ്ങൾ പരിസരങ്ങൾ പോലും വൃത്തിയായി ദൂതന്മാർക്ക് ഇരിക്കാൻ കൊള്ളുന്ന സ്ഥലമാണ്. അടുത്തത് നിങ്ങൾ കഴിച്ചില്ലെങ്കിലും വീട്ടിൽ വിശുദ്ധന്മാരെ കൈക്കൊള്ളണം. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം.
ഇവിടെ പറയുന്നുള്ളല്ലേ പറയുന്നത്. വെള്ളം കുടിക്കുന്നു, നാണമില്ല ചോദിക്കുക. ഇതാരാ വേണമെന്ന് ചോദിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു. വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുന്നു, നാണമില്ല നിനക്ക്. വെള്ളം കൂടെ കൊടുക്കണം, കുടിക്കോ നോക്കിക്കോട്ടെ. അത് സർക്കാരം പറ മറക്കരുത്. സൗരപ്രീതി അതിനച്ഛന് അറിയാതെ ദൈവന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അറിയാതെ ഇത് സൽക്കരിക്കണമെങ്കിൽ, ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ഒരു വ്യക്തി വെള്ളം കൊടുക്കണം. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും, തണുപ്പിക്കുന്നവന് കിട്ടും. കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ, കൊടുത്തേ ഉറപ്പുള്ളൂ. ഞാൻ എപ്പോഴും അത് വാചകമുണ്ട്, ലഭിക്കണേ കേട്ടോ. മോൻസുവർക്ക് 12 പറഞ്ഞു, ഇതുകൊണ്ട് അല്പം പറഞ്ഞു. മോൻസുവർ 12 പറഞ്ഞത് മോൻസുവർ എന്ന് പറഞ്ഞാൽ 12 എന്നാണ്. അപ്പം ഞങ്ങൾ ചിലരൊക്കെ വാച്ച് നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചിരിക്കുന്നുണ്ട്, മറ്റേ 12 നിർത്തിയല്ലോ എന്നാണ്. പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവെ ഞങ്ങൾക്കിടയാക്കിയ അവസരമായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ, നിന്റെ മകൻ കർത്താവ് ഓടുദാനമായി കൊടുത്ത ഭവനത്തെ അനുഗ്രഹിച്ചിട്ടുണ്ടായി സ്തോത്രം കർത്താവെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ പ്രവർത്തിച്ച കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും തൽക്കാലം ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകന്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഇത്രത്തോളം നിന്റെ മകനെ സഹായിച്ചതിനായി കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവെ. അവിടുത്തെ ദാനങ്ങൾക്കായി, അവിടുത്തെ കരുണയ്ക്കായി കർത്താവെ, അവിടുത്തെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്നത്തെ കാലാവസ്ഥയൊക്കെ ഞാൻ അനുകൂലമാക്കി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവെ. വെള്ളയാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കണമെന്ന് കർത്താവെ. ഈ പ്രദേശത്ത് പാർക്കുമ്പോൾ കർത്താവെ സഭയ്ക്ക് കർത്താവെ ഈ നാട്ടുകാർക്ക് എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി തീരുവാൻ സ്വർഗത്തിലെ അപ്പ സഹായിക്കുകയും എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകളിൽ കുഞ്ഞുങ്ങളെ നടത്തിയ വഴികൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പ്രയാസങ്ങളും കർത്താവെ അവിടെ വിടുവിക്കാൻ സഹായിക്കുന്ന കർത്താവെ. ഒരു ദുഷ്ടൻ തെറ്റുവെക്കാതെ വേണം, ഒരു പൈശാചികത്തിന് ആക്കുവരാതെ വേണം. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് നിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണമേ, സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാരണം എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവദാസന്മാരെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചാണ് എല്ലാത്തിനും കൂടെ ആരും നിൽക്കണമേ. പ്രാർത്ഥനകടനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുദപിച്ചിടും അവനുടെ ചുവടുകളെ, അനുദപിച്ചിടും അവനുടെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഒരുമിച്ചാണ് കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ ദയവായി കൈവർത്തി പ്രാർത്ഥിച്ചാട്ടെ. ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ പുതുമന്ത്രി പ്രവേശന താമസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ ദൈവം നിറയ്ക്കുവാൻ, പുതിയ ശക്തിയായ ദൈവം നിറയ്ക്കുവാൻ, പുതിയ അഭിഷേക ദൈവം നൽകുവാൻ, പുതിയ സമർപ്പണ ദൈവം നൽകുവാൻ ഒരുമിച്ച് ഞാനുവാനായി ഒരുമിച്ച് പ്രാർത്ഥിക്കും. സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴി നടത്തുന്ന യവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനം തിന്നു ഭാഗ്യവാൻ നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുദ്രയുടെ പോലെയും എൻ്റെ മക്കളുടെ മേശയ്ക്ക് ഒരു വേദന പോലെയും ഇരിക്കും. യോഗത്തിനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടാനാകും, യോഗവാസിയോധന അനുഗ്രഹിക്കും. ധ്യാനിക്കാനുമൊക്കെ നന്നെ കാണും, മക്കളുടെ മക്കളെ കാണും. സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യോഗവാസിയോധന അനുഗ്രഹിക്കട്ടെ, മക്കളെ ഇവനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഭാര്യയുടെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്കുറ്റും ഒരു വേദന പോലെയും വളരും. യഹോവനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും.
യഹോവ സിയോനിൽ നിന്ന് ഇതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ സിയോനിൽ നിന്ന് തിരുമുഖം പ്രകാശിപ്പിച്ച് എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ. യഹോവ സിയോനിൽ നിന്ന് തിരുമുഖം പ്രകാശിപ്പിച്ച് ദീർഘായുസ്സും അനുഗ്രഹവും നന്മയും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ വെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, ഈ പുതുവത്സരത്തിൽ പ്രവേശിക്കുന്നു. കൃപയാൽ നിറയ്ക്കുമാറാകണമേ. കാൽവഴി ചൊരിവിട്ടേക്കം തളിക്കണമേ. പുതിയ ശക്തി ചൊരിയണമേ. പുതിയ അഭിഷേകം ചൊരിയണമേ. പൂർണ്ണാരോഗ്യത്തോടെ, ബലത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ അത് പ്രവേശിച്ച് പാർക്കുവാൻ ദീർഘായുസ്സും ആരോഗ്യവും നന്മയും സമാധാനവും ഐശ്വര്യവും നൽകുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന പിതാവേ, നമ്മൾക്കായി സ്തോത്രം. കർത്താവേ, ദൈവത്തോട് ചൊല്ലിയുമാറാകണമേ. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളി പോലെ ഇരിക്കും. യഹോവനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടാനാകും. യഹോവയെ ഭയപ്പെട്ട് അതുകൊണ്ട് ദൈവനും ഭാഗ്യവാൻ. ഇതിന്റെ അധ്വാനം തിന്നും ഈ ഭാഗ്യവാൻ. നന്മ വരും. കർത്താവേ, നമ്മളെ അനുഗ്രഹിക്കണമേ. പുതിയ അഭിഷേകം, പുതുകൃപ, പുതുബലം, പുതു സമർപ്പണം, പുതിയ അനുഭവം നൽകി മാനിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിച്ചുകളെ അനുഗ്രഹിക്കണം പിതാവേ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായും അനുഗ്രഹിക്കണമേ. യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പിതാവേ, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പൈതൽ വളർന്നു, ഞാൻ നിറഞ്ഞു, ആത്മ ബലപ്പെട്ടു. ദൈവങ്ങളുണ്ടായിരുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വിവേകമുള്ളവരായി ഓരോനെ പോലെ ബസലിനെ പോലെ ദിവ്യാംഗങ്ങളെ എപ്പോഴാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്ന പിതാവേ, മാലകളകൾ, മാലാരിഷ്ടകൾ, മാലജാപല്യങ്ങളിലെ അനുഗ്രഹിക്കണം പിതാവേ. കർത്താവേ, ഈ പൈതലിനെ അനുഗ്രഹിക്കണമേ. ദൈവശക്തിയൊരുമാറാകണമേ. എപ്പോഴും മനസ്സിലേക്ക് കർത്താവ് ഈ പൈതലെ അനുഗ്രഹിക്കുമാറാകണമേ. എപ്പോഴും മനസ്സിലേക്കാൾ മുമ്പനാക്കി ദൈവമേ, ഈ പൈതലിനെ അനുഗ്രഹിക്കണമേ. ദിവ്യങ്ങൾ നിറയ്ക്കണമേ. ദിവ്യശക്തി, നന്മരങ്ങൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ അനുഗ്രഹിക്കണം പിതാവേ. യേശു നാമത്തിൽ കുടുംബത്തേക്കാൾ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ കാൽവരി ചോരി രക്തം തന്നു മുത്തയുവരെ അനുഗ്രഹിക്കുന്ന പിതാവേ, ഒരു അനുഗ്രഹിക്കപ്പെടട്ടെ, 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 കൃപയാൽ നിറയപ്പെടട്ടെ, സൗഖ്യീകരിക്കപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കപ്പെടുന്ന പിതാവേ. സ്വർഗ്ഗ പ്രാർത്ഥന യേശു മൂലം ജീവനുള്ള പിതാവേ. തുടർന്ന് ആവർത്തനം 28 വാക്യങ്ങൾ നിർദ്ദയമായ യഹോവയുടെ വാക്ക് നീ കേട്ടത്. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും പ്രമാണിച്ച് നടന്നാൽ നിർദ്ദയമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ഉന്നതമാക്കും. നിർദ്ദയമായ യഹോവയുടെ വാക്കനുസരിച്ചാൽ അനുഗ്രഹമില്ലാതെ അതിനെ ശ്രദ്ധിക്കും. പട്ടണത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, വയലിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും ഋഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കഥയുടെ വേറും ആളുകളുടെ പോലെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് വീഴ്ത്തോട്ടയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ശബ്ദങ്ങളെ യഹോവ നിങ്ങൾ പോകുമാറാകും. ഒരു വഴിയായി തന്നെ വരും, 7 വഴിയായി ദൂരിപ്പോകും. യഹോവന്റെ കളപ്പുരകളിൽ ഞാൻ അനുഗ്രഹിക്കും. ദൈവമായ വാക്കുകൾ പ്രമാണിച്ച് ഒരു വഴികൾ നടന്നാൽ യഹോവയുടെ സത്യം ചെയ്തതുപോലെ നിന്നെ തന്നെ വിശുദ്ധീകരണമാകും. എവിടെ നാം നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയുടെ സാധ യാത്ര അറിയുവാൻ അതിനെ ഭയപ്പെടും. തരുമതി യഹോവ അതിന്റെ പിതാക്കളുടെ സത്യം ദേശത്ത് യോന നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകടഫലത്തിലും നിരന്തര ഫലത്തിലും നിനക്ക് സമം നൽകും. തകസത്തിന്റെ ആഹാരം ഇന്നത്തെ ദേശമാണ് തീരുമാനം ലഭിക്കുവാനും യഹോവ നല്ല നല്ല ഫലങ്ങളാകാൻ തുടങ്ങും. അനേക യാതൊരു വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ദൈവമയുടെ കൽപ്പനകൾ പ്രമാണിച്ചനുസരിച്ച് നടന്നാൽ യഹോവയുടെ വാനെല്ലാം തലയാകും. ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. എന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നും പെട്ട് അനുദൈവപ്പെട്ട സേവിപ്പാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത് കർത്തരമാവും തൊതയുടെയും മറ്റു പോകാതെ പരിപാലിക്കുന്ന കർത്താവ് ഈ പകൽക്കാരുകൾ കത്തിക്കുന്ന അടുപ്പ് തീ ജ്വാല വാങ്ങിപ്പോകാതെ ഇവർ ജീവിക്കുന്ന കാലത്തോട് ആഹാരം മുട്ടുവരാതെ വെള്ളം മറ്റു പോകാതെ
ഇവരെ അനുഗ്രഹിക്കാനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, കൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരു സാന്നിധ്യം കൊണ്ട് ഈ അടുക്കളയെ അനുഗ്രഹിക്കണമേ. അബ്രഹാമിന്റെ കൂടാരത്തേക്ക് ദൈവമേ, സാരപതിയുടെ കാലത്തിലെ മാവും തൊഴിലും മറ്റിപ്പോകാതെ ക്ഷാമകാലം തീരുവോളം ക്ഷേമമായി പരിപാടി കർത്താവേ, ഈ അടുക്കളയും ഈ കലവറയും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഒരു ഭവനത്തിന് അടുക്കളയും കലവറയുമാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നത്. ഇവിടെ പാതു കഴിയുന്ന ആഹാരം രുചികരമായി ഇടയാക്കണമേ. ഒരു പോരാട്ടങ്ങൾ ഉണ്ടാകാതെ, ഒരു ബാധയും ഉണ്ടാകാതെ സ്വർഗ്ഗവിഭാഗത്തെ അനുഗ്രഹിക്കണമേ. ഈ അടുക്കളയെ അനുഗ്രഹിക്കണമേ. ആഹാരം അനേകം തൃപ്തി വരുത്തുവാൻ, അനേക കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി മാറുവാൻ എല്ലാ അരിഷ്ടയും മാറി അനുഗ്രഹിക്കപ്പെടുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഈ അടുക്കള ഈ കലവറ അനുഗ്രഹിക്കുന്നു. ഈ കത്തി അതി അനുഗ്രഹിക്കപ്പെടുന്നത് തീരാത്ത നിശ്ചയമായി ചിലവിലേക്ക് ഇറങ്ങുന്ന തീയായി സലോമോന്റെ കൂടാതെ തീയായി ഈ തീ മാറട്ടെ. പിതാവേ, അനുഗ്രഹമായി മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഈ അടുക്കളയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വറ്റതുറവയാക്കി നിശ്ചയമാക്കി ഇത് തീർക്കണമേ. കജമാവ് തീർന്നു പോകാതെ, എണ്ണ പറ്റി പോകാതെ അവർ മാത്രമല്ല അവർക്ക് അനേകം ഭക്ഷിച്ചു വേണം പ്രാപിപ്പാൻ ഇടയാക്കണമേ. പിതാവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ ഭക്തരെയും കുഞ്ഞുങ്ങളെയും ഈ കലവറെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം എനിക്ക് യേശുവിനും ജീവന പിതാവേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ കത്തിക്കുന്ന ഈ ജ്വാല ഈ ജ്വാല മങ്ങിപ്പോകാതെ, അണഞ്ഞു പോകാതെ എന്നും പ്രകാശിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഈ മനോഹരമായ കർത്താവേ, ഈ ഭവനത്തെ കരങ്ങളേൽപ്പിച്ച് പ്രതിഷ്ഠിപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കടന്നു വന്ന സമയത്തോളം ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഈ ദേശത്ത് കർത്താവേ ഇങ്ങനെ ഭവനം ചോമ്പാൻ മക്കളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹത്തിന് വേണ്ടി കർത്താവ് തുടക്കം മുതലേ നൽകിക്കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്തോളം ഭംഗിയായി പൂർത്തീകരിപ്പാൻ കർത്താവേ പകൽക്കാലം ദൈവസമയം ഒരുമിച്ച് കടന്നു കർത്താവേ ഞങ്ങളുടെ ദേവദാസനായി പകൽക്കാലം കർത്താവേ ഭവനം കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കടന്നത്തോളം ജനതയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാവരെയും കരങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഭവനത്തിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്ന മോൻസിയും കുടുംബത്തെയും തലമുറ കുഞ്ഞുങ്ങളെ ഈ ഭവന ദേശത്ത് അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. ഇവിടെ പാർക്കുമ്പോൾ കർത്താവേ അവർക്ക് യാതൊരു അനർത്ഥങ്ങളും പ്രയാസം ഉണ്ടാകാൻ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥവും ഭവിക്കരുത്, ബാധയുടെ കൂടാതെ അടുക്കില്ലെന്ന് വാർത്ത കർത്താവിന്റെ കൃപയിൽ അവരെ പിന്നെയും കുറിച്ച് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവന കർത്താവയുടെ കടന്നു വരുന്നവർക്കും പോകുന്നവർക്കും കർത്താവെ അനുഗ്രഹമായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനമേൽ ശോഭിക്കുന്ന പട്ടണമായി തന്റെ ശോഭിക്കുന്ന വിളക്കായി ഭവനത്തെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് കടന്നു വന്ന് മാനസികമായി തകർന്നു വരുന്നവർ കർത്താവെ ഈ ഭവനത്തിൽ കടന്നു ആശ്വാസം സമാധാനം പ്രാപിച്ച് തുടങ്ങി പോകാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരെണ്ണത്തും ഭവിക്കാതെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, എല്ലാവിധ ഭാരാക്ഷത്തോളം വിടുവിച്ച് പിന്നെയും കൃപയിൽ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ദാസനെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, യാത്രകളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസിയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിദേശത്ത് ജോലിയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ പിന്നെയും മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ പകൽക്കാലങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്, ഒരുമിച്ച് ദൈവസേന ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും കരങ്ങൾ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ കർത്താവിന്റെ കൃപ, നിരന്തരം ആസ്വദിപ്പിച്ചു വരുന്ന കൂട്ടായ്മ, സഹവാസം കാവലോട് വിശേഷാൽ ഈ പകൽക്കാലത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളോടും കൂടെ കൃപയും കണ്ടേ ആഗമനം വരെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം ഇപ്പോഴും എന്ന വലിയ എപ്പോഴും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അർഹപ്പെട്ട ദൈവം ഞാൻ മഹത്വം
ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. ഒരിക്കൽ കൂടെ ഇവിടെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു, ആശീർവാദം നേരുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. വിശേഷിച്ച് ഈ സൂര്യരാജ്യം സംബന്ധിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാസന ഭവനം ആഗ്രഹം ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പറയും അതനുസരിച്ച്